നമസ്കാരം. പ്രധാന വാർത്തകൾ. ദില്ലി മദ്യനയ അഴിമതി കേസ് കേജ്രിവാളിന് വീണ്ടും ഇഡി നോട്ടീസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ 2004 ആവർത്തിക്കും. മന്ത്രി മുഹമ്മദ് റിയാസ്. ഫുട്ബോൾ ലോകകപ്പ് യോഗ്യത മത്സരം ഇന്ത്യൻ ടീം സൗദിയിൽ. മത്സരം വ്യാഴാഴ്ച നടക്കും. വാർത്തകൾ വിശദമായി. ദില്ലി മദ്യനയ അഴിമതി കേസിൽ കേജ്രിവാളിന് വീണ്ടും ഇഡി നോട്ടീസ്. 9ാം തവണയാണ് ഇഡി കേജ്രിവാളിന് നോട്ടീസ് അയക്കുന്നത്. മാർച്ച് 21-ന് ഹാജരാകണമെന്നാണ് ഇഡിയുടെ നിർദ്ദേശം. ഇഡി നടപടി നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി കേജ്രിവാൾ പലതവണ സമൻസ് തള്ളിയിരുന്നു. വിഷയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണെന്നും കോടതി തീരുമാനം വരുന്നതുവരെ ഇഡി കാത്തിരിക്കണമെന്നും AAP പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 2004 ആവർത്തിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ തുടർഭരണത്തിനെതിരെയും മതവർഗീയ രാഷ്ട്രീയത്തിനെതിരെയും വിശ്വസിക്കാൻ പറ്റാത്ത കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ലെന്ന് മതനിരപേക്ഷ കേരളം 2004 വിധി എഴുതി. അതുകൊണ്ട് തന്നെ ഇടത് തരംഗം ആഞ്ഞു വീശിയ 2004 കേരളത്തിൽ ആവർത്തിക്കും, മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഇനി കായിക വാർത്ത. ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനായി ഇന്ത്യൻ ദേശീയ ടീം സൗദിയിലെത്തി. വ്യാഴാഴ്ച അബഹയിൽ വെച്ച് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം നടക്കും. സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. 2026 ഫിഫ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിനുള്ള മത്സരത്തിനായാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം സൗദിയിലെത്തിയത്. മാർച്ച് 21 വ്യാഴാഴ്ചയാണ് മത്സരം നടക്കുക. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.